മറ്റാരുണ്ട് LDF അല്ലാതെ? മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക്കാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ MLA ഒരു ശബ്ദ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നു. അത് കെ കൃഷ്ണൻകുട്ടിയുടെ ആണ് എന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ കെ കൃഷ്ണൻകുട്ടി തന്നെ പറയുന്നു അത് തൻ്റെ സംഭാഷണമല്ല എന്ന് പറയുന്നു. ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ആ ശബ്ദ സംഭാഷണത്തിൽ കൂടി മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങ് ആ സമയത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. പ്രധാനമായും തോട്ടപ്പള്ളി സ്പിൽവേ സംബന്ധിച്ചുള്ള അതിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ താമസിച്ചു. അത് അതിൻ്റെ താഴെയുണ്ടായിരുന്ന മണൽ ഒഴുകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ MLA ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പം ചോദിച്ച കാര്യത്തെക്കുറിച്ച് എനിക്ക് നേരിട്ടറിയാം. ഞാൻ ആലപ്പുഴ MLA ആയിരുന്നു. നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകളെല്ലാം കേടായിട്ട് കിടന്നത് അത് മാത്യു ടി തോമസ് വലിയ താല്പര്യമെടുത്ത് റിപ്പയർ ചെയ്ത് അത് ഉയർത്തുന്ന ചടങ്ങ് എനിക്ക് തോന്നുന്നു ഉദ്ഘാടനം ചെയ്തത് തിലോത്തമ മിനിസ്റ്ററായിരുന്നു. പക്ഷേ ഈ കാര്യം ശരിയാണ്, വെള്ളം പുറത്തോട്ട് എഴുതിയില്ല ഈ മഴക്കാലത്ത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സമുദ്രനിരപ്പിനേക്കാൾ വളരെ ഉയർന്നതായിരുന്നു കായലിലെ ജലം. അതുകൊണ്ട് പുറത്തേക്ക് വെള്ളം ഒഴുകിയില്ല എന്നുള്ള സത്യം. പക്ഷേ പൂട്ടിയിടുന്ന പ്രശ്നമില്ല, പണം ചെലവഴിച്ച് റിപ്പയർ ചെയ്ത് ഉയർത്തുകയാണ് ചെയ്തത്. പിന്നെ ഇത് UDF അന്ന് തന്നെ ഉയർത്തിയ ആക്ഷേപമാണ് വെള്ളപ്പൊക്കത്തിന് കാരണം ഡാം തുറന്നു വിട്ടതിൻ്റെ ഫലമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ 2 പഠനങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ 2 പഠനങ്ങൾ അവരിറക്കിയതുണ്ട്. മദിരാശി IIT നടത്തിയതുണ്ട്. അപ്പോൾ ഈ 2 പഠനങ്ങളും, പ്രത്യേകിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഏറ്റവും അതോറിറ്റേറ്റീവായിട്ടുള്ള പഠനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഈ വെള്ളപ്പൊക്കത്തിന് കാരണം അതിര് കവിഞ്ഞ മഴയാണ്. ഞാനത് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. ഫ്രം ദ അനാലിസിസ് ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട്, ഈ വിശകലനത്തിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം, ദ ഡാംസ് ഇൻ കേരള നൈദർ ആഡഡ് ടു ദ ഫ്ലഡ് നോർ ഹെൽപ്ഡ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ദ ഫ്ലഡ്. അത് ഈ ഫ്ലഡിന് കാരണമാകുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഡാം ഏതാണ്ട് നിറഞ്ഞ് കുറച്ച് ഒരാഴ്ചത്തെ മഴയിൽ നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഈ തീവ്ര മഴയുടെ കാലത്ത് വന്ന വെള്ളം മുഴുവൻ ഒഴുകിപ്പോയതല്ലാതെ വേറൊന്നും അതിനേക്കാൾ കൂടുതൽ ഈ കാലയളവിൽ നദികളിലേക്ക് ഒഴുക്കി വിട്ടില്ല എന്നുള്ളതാണ് അവരുടെ സർട്ടിഫിക്കറ്റ്. രണ്ടാമത് അവർ പറയുന്നു, ഇത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു തീവ്ര വെള്ളപ്പൊക്കം വന്നു? 2024 കേരളത്തിലുണ്ടായതിന് സമാനമായ മഴയാണ് 8-9 തീയതികൾ മുതൽ കേരളത്തിലുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വെള്ളപ്പൊക്കത്തിൻ്റെ തലേ ദിവസങ്ങളിൽ ഇതൊരു കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിക്ക് മുമ്പ് ഇത്തരത്തിൽ മഴയുണ്ടായത് ദേവികുളം സ്റ്റോം എന്നാണ് അതിൽ പറയുന്നത്. 2024 ദേവികുളം സ്റ്റോമിലുണ്ടായ മഴ തീവ്രതയ്ക്ക് 1924 1924. അപ്പോൾ ഇതാണ് കാരണം എന്ന് ഔദ്യോഗിക പഠനം. ഇറ്റ്സ് എ സെറ്റിൽഡ് ഇഷ്യൂ. ഇത് ചർച്ച ചെയ്യുന്നത് ബാലിശമാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടത്തണം. സൈബർ വിങ്ങിനെ അന്വേഷിക്കണം. ആരാണ് ഇതിന് ഉത്തരവാദി? ഇത്തരത്തിൽ ശബ്ദരേഖ നിർമ്മിച്ചതിനും ഇലക്ഷന് തലേദിവസം വിട്ടതിനും യഥാർത്ഥ കാരണം വയനാടിലെ ഫണ്ട് തട്ടിപ്പ് പ്രതിരോധത്തിലാണ് കേരളം മുഴുവൻ. എല്ലാവരും ചോദിക്കുന്നത്, ഒരു വീടിന് ഗ്യാരണ്ടി പറയാൻ പറ്റാത്തവന് എങ്ങനെയാണ് ഈ 5 ഗ്യാരണ്ടിയുമായിട്ട് കേരളത്തിന് മുഴുവൻ വേണ്ടി വരുന്നത്? ആദ്യം വീട് പണിയേ എന്നുള്ള പ്രസ്താവനയിൽ പകച്ചു നിൽക്കുക UDF. അപ്പം അതിന് തടയിടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വെറും ദുരാരോപണം മാത്രമാണത്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പ്രതികരണം ഡോക്ടർ തോമസ് ഐസക് നടത്തിയിരിക്കുന്നു. ദുരാരോപണമാണ് മാത്യു കുഴൽനാടൻ MLA ഒപ്പം തന്നെ UDFും ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ
തോട്ടപ്പള്ളി സ്പിൽവേ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഏറ്റവും അധികം മുൻകൈ എടുത്തത് അന്ന് ജലവിഭവ മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ആയിരുന്നുവെന്നും ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. ഇടയിൽ സ്റ്റജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.